ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ HSA ഇംഗ്ലീഷ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എയിംസ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള ടീച്ചിങ് ഓഫ് പ്രോസ്, പോയട്രി ആൻഡ് ഗ്രാമർ. അല്ലേ, നമ്മുടെ സബ്ജക്റ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള, അത് മനസ്സിലെപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ടീച്ചിങ് ഓഫ് പ്രോസ്, പോയട്രി ആൻഡ് ഗ്രാമർ. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് വൺ പഠിക്കാനുള്ള ടീച്ചിങ് ഓഫ് പ്രോസ് ആണ്. നമുക്ക് നോക്കാം എന്താണ് പ്രോസ്. ദ വേർഡ് പ്രോസ്, വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് പ്രോസ or pro-versa oration. That means straightforward discourse. Straightforward discourse. നേരിട്ട് പറയുന്ന ഒരു രീതി. That is prose. Prose, which is originated from the Latin word prosa or pro-versa oration. That means straightforward discourse. ഇനി writing prose helps us to express ideas, truths or facts, laws and principles. എന്താണ് പ്രോസ് കൊണ്ടുള്ള ഗുണം? ഇറ്റ് ഹെൽപ്സ് ടു എക്സ്പ്രസ് അവർ ഐഡിയാസ്, ഫാക്ട്സ്, ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഒരു തുറന്നെഴുത്തിന് വേണ്ടിയിട്ട്, തുറന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവേയിങ്, എന്താ പറയുക, കൺവേ ചെയ്യാനുള്ള ഒരു പാത്ത് മാത്രമാണ് എന്ത്, നമ്മുടെ പ്രോസ്. ഇനി അടുത്തത് മെയിൻ എയിം ഓഫ് ടീച്ചിങ് പ്രോസ്. ഇനി എന്താണെങ്കിലും എന്ത് പഠിപ്പിക്കുന്നതിനും ഒരു എയിം ഉണ്ടായിരിക്കും. മെയിൻ എയിം ഓഫ് ടീച്ചിങ് പ്രോസ് നോക്കുക. ഫസ്റ്റ് വൺ, ടു എൻറിച്ച് വൊക്കാബുലറി. അല്ലേ, എയിം ഓഫ് ടീച്ചിങ് പ്രോസിൽ ഫസ്റ്റ് പോയിന്റ് വരുന്ന ടു എൻറിച്ച് വൊക്കാബുലറി. ഇതൊക്കെ ആരുടെയാണ്? സ്റ്റുഡൻസിൻ്റെ, ലേണേഴ്സിൻ്റെ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ടു എൻറിച്ച് വൊക്കാബുലറി. സെക്കൻഡ് വൺ, giving the idea of the structure of the sentences. ഓക്കെ, ഫസ്റ്റ് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ, പിന്നെ എന്ത് മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ സെൻറ്റൻസ്, ആൻഡ് ലാസ്റ്റ് വൺ ടു ഗ്രാസ്പ് ദി ഐഡിയാസ് ഓഫ് ദി ഓതർ. എന്താണ് അതിൽ ഓതറിൻ്റെ ഇൻറ്റൻഷൻ എന്ന് മനസ്സിലാക്കാനാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ് പറയണതെന്ന് മനസ്സിലാക്കണം. അല്ലേ, നമ്മളൊരു കഥ വായിക്കുമ്പോൾ നമുക്ക് എന്താണെന്നുള്ള അതിൽ പറയണത് മനസ്സിലാവും. പിന്നെ അതിൽ ചില വാക്കുകൾ പുതിയതായിട്ട് നമ്മൾ കാണുന്നു, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ പറയുന്ന രീതിക്ക് മനസ്സിലാവുന്നു. ഇനി ജനറൽ എയിംസ് ഓഫ് ടീച്ചിങ് പ്രോസ്. ജനറൽ എയിംസ് ഓഫ് ടീച്ചിങ് പ്രോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനൊക്കെ ഒന്നുകൂടി എന്ത് ചെയ്യാണ്, എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, കാരണം ഇത് മാത്രമല്ല, പിന്നെ അതിലൂടെ നമുക്ക് ചെറിയ ചെറിയ സബ്ബായിട്ട് കുറേ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് വൺ എന്താണ്, ഇറ്റ് എനേബിൾ ദ സ്റ്റുഡൻസ് ടു റീഡ് ദ പ്രോസ് ലെസൺ വിത്ത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അതേപോലെ തന്നെ എന്താണ്, സ്ട്രെസ്, ഇൻറ്റൊണേഷൻ ആൻഡ് പോസ്. അല്ലേ, നമ്മൾ കറക്റ്റായിട്ട് വായിക്കണ്ടേ, വായിക്കുമ്പോൾ ഒരു അക്ഷരത്തെറ്റൊന്നും ഇല്ലാണ്ടേ, അല്ലേ, കറക്റ്റ് ടോണിലും, അല്ലേ, ഒരു ദേഷ്യപ്പെടുന്ന ടോണെങ്കിൽ, അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ മനസ്സിലാക്കണം നമുക്ക്. ഇനി രണ്ടാമത്തേത്, ടു എനേബിൾ ദി സ്റ്റുഡൻസ് ടു കോംപ്രഹെൻഡ് ദി ഓവറോൾ ഐഡിയ എക്സ്പ്ലെയിൻഡ് ഇൻ ദ പാസേജ്. അല്ലേ, ഒന്ന് നമ്മൾ കറക്റ്റ് ഒരു ടോണോട് കൂടിയിട്ട് നമ്മളത് വായിക്കണം. രണ്ടാമത് വരുമ്പോൾ എന്താണ്, അതിൽ അടങ്ങിയിട്ടുള്ള എന്താണ് കണ്ടൻറ്റ് എന്ന് മനസ്സിലാക്കണം. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തത്, ടു എൻറിച്ച് ദെയർ ആക്റ്റീവ് ആൻഡ് പാസീവ് വൊക്കാബുലറി. അല്ലേ, അവരുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നാലാമത്തെ എന്താണ്, it enabled the students to express the ideas from the passage orally and in writing. പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പുറത്തേക്ക് പറയാനും അത് എഴുത്തിലൂടെ റിഫ്ലക്റ്റ് ചെയ്യാനും കുട്ടികൾക്ക് കഴിയണം. അല്ലേ, അതാണ് നമ്മൾ എക്സാമൊക്കെ നടത്തുമ്പോൾ. ഇനി ഇറ്റ് ഡെവലപ്പ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ റീഡിങ്. അതേപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നു, ഇത് കുട്ടികളുടെ വായനാശീലം വളർത്തിയെടുക്കുന്നു. പിന്നെയോ, ഇറ്റ് എനേബിൾ ദം ടു റൈറ്റ് ലെജിബിൾ. വളരെ കൃത്യമായിട്ട്, വൃത്തിയായിട്ട്, കൃത്യമായിട്ട് എഴുതാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഭാഷയുടെ ഘടന മനസ്സിലാക്കി എഴുതാൻ സഹായിക്കുന്നു. ടു ബിൽഡ് ദെയർ ക്യാരക്ടർ ഫോർമേഷൻ. അല്ലെങ്കിൽ
to do their character formation and thus preparing them for the society. ഇതിലൂടെ നല്ല നല്ല കഥകളൊക്കെ വായിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, ക്യാരക്ടർ ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് അവനെ മാറ്റാൻ, അല്ലെങ്കിൽ കുട്ടിയെ മാറ്റാൻ ഈ പറഞ്ഞ പ്രോസ് ഒരു വലിയ റോള് വഹിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നു ദ പ്രൊസീജിയർ ഓഫ് ടീച്ചിങ് പ്രോസ് ലെസൺ. ഇനി എങ്ങനെയൊക്കെയാണ് പ്രോസ് ലെസൺസ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ BEd കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, തീർച്ചയായിട്ടും നമുക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ദ പ്രൊസീജിയർ ഓഫ് ടീച്ചിങ് പ്രോസ് ലെസൺസ് എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ്? 4 സ്റ്റെപ്സാണ് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രിപ്പറേഷൻ, അല്ലേ? പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, റീക്യാപിറ്റുലേഷൻ, ഹോം അസൈൻമെൻറ്റ്. ഏതൊക്കെയാണ്? പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, റീക്യാപിറ്റുലേഷൻ ആൻഡ് ഹോം അസൈൻമെൻറ്റ്. ദ പ്രൊസീജിയർ ഓഫ് ടീച്ചിങ് പ്രോസ് ലെസൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, റീക്യാപിറ്റുലേഷൻ ആൻഡ് ഹോം അസൈൻമെൻറ്റ്. ഇനി സെക്കൻഡ് വണ് പ്രോസ് നമ്മൾ പറഞ്ഞു, മെയിനായിട്ടുള്ള എയിം പറഞ്ഞു, സ്പെസിഫിക് എയിംസ്, സ്പെഷ്യൽ അതായത് സബ്ബായിട്ടുള്ള ടോപ്പിക്സ് പറയുന്നു, പിന്നെ നമ്മുടെ പ്രൊസീജിയർ പറഞ്ഞു. ദെൻ അടുത്ത് വരുന്ന ടീച്ചിങ് ഓഫ് പോയട്രി. എന്താണ് ഒരു പോയട്രി പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ? ഇനി എന്താണ് പോയട്രി എന്നിവിടെ നമ്മുടെ കോളറിഡ്ജ് വിശദീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോട്ടിൽ നിന്ന് കിട്ടിയതാണ്, അത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്താണ് ദ ബെസ്റ്റ് വേർഡ്സ് ഇൻ ദെയർ ബെസ്റ്റ് ഓർഡർ എന്ന് പോയട്രിയെ പറഞ്ഞ കോളറിഡ്ജാണ്. ദ ബെസ്റ്റ് വേർഡ്സ് ഇൻ ദെയർ ബെസ്റ്റ് ഓർഡർ. ഇനി നമുക്ക് പറയാം, ഇൻ ജനറൽ സെൻസ് വി ക്യാൻ സേ ദാറ്റ് poetry is the foundation for the appreciation of the language. പോയട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇസ് ദ ഫൗണ്ടേഷൻ ഫോർ ദ അപ്രീസിയേഷൻ ഓഫ് ദ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിലയിരുത്താനുള്ള, ലാംഗ്വേജിനെ വിലയിരുത്താനുള്ള നമ്മുടെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ അടിത്തറ വാർക്കലാണ് എന്ത്? പോയട്രി. അല്ലെങ്കിൽ പോയട്രി എന്ന് പറഞ്ഞാൽ ഫുള്ളി എന്താണ്? കാൽപ്പനികത, അല്ലെങ്കിൽ ഇമാജിനേഷൻ ഒരുപാട് വരുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആസ്വാദിക്കാനുള്ള, ഒരു ലാംഗ്വേജിനെ ആസ്വദിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാക്കുന്നു. ഇനി എന്താണ്? ഇറ്റ് എൻറിച്ചസ് ദെയർ പവർ ഓഫ് ഇമാജിനേഷൻ. ഇറ്റ് എൻറിച്ചസ് ദെയർ പവർ ഓഫ് ഇമാജിനേഷൻ, അല്ലേ? ഇത് എന്ത് ചെയ്യുന്നു? പവർ ഓഫ് ഇമാജിനേഷൻ വർദ്ധിപ്പിക്കുന്നു. ആൻഡ് ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ദെയർ ഇമോഷൻ. അതേപോലെ തന്നെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് വേയും കൂടിയാണ് എന്ത്? പോയട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കതിൻ്റെ സ്പെസിഫിക് എയിംസ് നോക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, റിസൈറ്റ് ദ പോയം വിത്ത് പ്രോപ്പർ റൈം ആൻഡ് റിതം. നമുക്കറിയാം പോംസ് നമ്മളെങ്ങനെയാണ് വായിക്കുന്നത്? നമ്മൾ നല്ല റിതമിക്കലി നമ്മളത് പറയുന്നുണ്ട്, അല്ലേ? നമ്മൾ ആ ഫസ്റ്റൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ റിതം റൈമൊക്കെ കറക്റ്റ് അവിടെ വരുന്നുണ്ട്. രണ്ടാമത്, ടു എൻജോയ് ദ റെസിറ്റേഷൻ ഓഫ് ദ പോം. പിന്നെ അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ചെറുപ്പത്തിൽ ഇങ്ങനെ പദ്യമൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ചൊല്ലാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും, നല്ല രീതിയിൽ മറ്റുള്ളവർ കേൾക്കുക ചൊല്ലാൻ. പിന്നെയോ മൂന്നാമത്തെ, ടു അണ്ടർസ്റ്റാൻഡ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോം. പിന്നെ ആ പോയത്തിൻ്റെ സെൻട്രൽ ഐഡിയ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ആൻഡ് ഫോർത്ത് വൺ, ടു കമ്മ്യൂണിക്കേറ്റ് ദ എക്സ്ക്ലൂസീവ് മെസ്സേജ് ഓഫ് ദ പോം ടു ദ സ്റ്റുഡൻസ്, അല്ലേ? അതിൽ ആ പറയുന്ന പോയത്തിലുള്ള മെസ്സേജ് എന്താണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറയുന്നു. പിന്നെയോ ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ആൻഡ് ഇമേജസ് കണ്ടെയ്ൻഡ് ഇൻ ദ പോയം, അല്ലേ? നമ്മളെന്ത് ചെയ്യണം? പോയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഒരു വേ ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അല്ല, ബട്ട് അതെന്ത് ചെയ്യാണ്? അത് ഓർണമെൻ്റലി അതിനെ അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഒരു എന്താ പറയുക, നമ്മുടെ ഫിഗേഴ്സും സ്പീച്ചും ഇതൊക്കെ വെച്ചിട്ട് പോയത്തിന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ആൻഡ് ഇമേജസ് കണ്ടെയ്ൻഡ് ഇൻ ദ പോയം, അല്ലേ? ഒരു നമുക്കറിയാം കുമാരനാശൻ്റെ ഹാ പുഷ്പമേ, അല്ലേ? നിൻ്റെ അധിക തുങ്ക പദത്തിൽ എത്ര, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ? ഒരു പൂ വീണത് പറഞ്ഞ്, പക്ഷെ അത് അതിൻ്റെ ഭംഗിയോട് കൂടി പറയുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ആൻഡ് ഇമേജസ് മനസ്സിലാവുന്നു. ഇനി ജനറൽ എയിംസ് എന്തൊക്കെയാണ്? റിസൈറ്റ് ദ പോയം വിത്ത് പ്രോപ്പർ റിതം ആൻഡ് ഇൻറ്റൊണേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു റിതം ആൻഡ് റൈം, ഇവിടെ റിതം ആൻഡ് ഇൻറ്റൊണേഷൻ. സെക്കൻഡ് വൺ വരുന്നത് എന്താണ്? ടു എൻജോയ് ദ റെസിറ്റേഷൻ ഓഫ് ദ പോം. നേരത്തെ അവിടെയും പറഞ്ഞതാണ്. ദെൻ തേർഡ് വൺ, ടു റിയലൈസ് ദം അബൌട്ട് ദ ഇമോഷൻസ് ഓഫ് ദ പോയറ്റ്. നമ്മൾ സെൻട്രൽ ഐഡിയ പറഞ്ഞു, ദാറ്റ്
അത് സെയിം ആസ് എബൌട്ട് ദ ഇമോഷൻസ് ഓഫ് ദ പോയറ്റ്. പോയറ്റിൻ്റെ ഇമോഷൻസ് ആണല്ലോ അവിടെ സെൻട്രൽ ഐഡിയ വന്നിട്ടുള്ളത് അല്ലേ. പിന്നെ നാലാമത്തെ എന്താണ്, ഡെവലപ്പ് ദ ഇൻട്രസ്റ്റ് ഇൻ പോയട്രി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, റെസിറ്റേഷനിൽ ഇൻട്രസ്റ്റ് പറഞ്ഞു, ഇവിടെ ഡെവലപ്പ് ദ ഇൻട്രസ്റ്റ് ഇൻ പോയട്രി, റൈറ്റിംഗ് ആൻഡ് റീഡിങ്. പോംസ് എഴുതാനൊക്കെ ഉള്ളൊരു താല്പര്യം അവിടെ ഉണ്ടാവുകയാണ് അല്ലേ, അല്ലെങ്കിൽ വായിക്കാനൊക്കെയുള്ള കൂടുതൽ അത് ആസ്വദിച്ച് വായിക്കാനൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടാവുകയാണ്. ഇനിയോ അഞ്ചാമത്തെ പോയിൻ്റ് എന്താണ്, ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു അപ്രീഷിയേറ്റ് ദ പോം അല്ലേ. പോം അപ്രീഷിയേറ്റ് ചെയ്യാൻ അല്ലേ, അതിൻ്റെ ആസ്വദിക്കാൻ, കവിതയെ ആസ്വദിക്കാൻ അല്ലേ, പല തലത്തിലൂടെ കടന്നു പോകാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ടീച്ചിങ് ഓഫ് പോയട്രി യൂസ്ഫുൾ ആവുന്നുണ്ട്. ഇനി ആറാമത്തെ പോയിൻ്റ്, ടു അണ്ടർസ്റ്റാൻഡ് ദ തോട്ട്സ് ആൻഡ് ഇമേജസ് കണ്ടെയ്ൻഡ് ഇൻ ദ പോയം. ടു അണ്ടർസ്റ്റാൻഡ് ദ തോട്ട്സ് ആൻഡ് ഇമേജസ് കണ്ടെയ്ൻഡ് ഇൻ ദ പോയം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടു കമ്മ്യൂണിക്കേറ്റ് ദ എക്സ്ക്ലൂസീവ് മെസ്സേജ് ഓഫ് ദ പോം ടു ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള തോട്ട്സ് ആൻഡ് ഇമേജസ് കണ്ടെയ്ൻഡ് ഇൻ ദ പോയം. ചിലത് നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ എന്തല്ല, അതായത് അതിൻ്റെ മെയിൻ, അതായത് ആ പോയത്തിൽ ഉൾപ്പെട്ട മീനിങ്ങിൽ ഉപരിയായിട്ട് അത് പുറമേക്ക് എന്തൊക്കെയോ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇനി ഏഴാമത്തെ പോയിൻ്റ്, ടു അപ്രീഷിയേറ്റ് ദ റൈം ആൻഡ് റിതം ആൻഡ് സ്റ്റൈൽ ഓഫ് ദ പോയം അല്ലേ. റൈമും റിതവും സ്റ്റൈലും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നത് ഇത് തന്നെയാണ്. ഇനി എട്ടാമത്തെ പോയിൻ്റ് എന്താണ്, ടു റിയലൈസ് ദ ഇമോഷൻസ്, ഫീലിങ്സ് ആൻഡ് ഇമാജിനേഷൻ ഓഫ് ദ പോയറ്റ്. പോയറ്റിൻ്റെ ഇമോഷൻസ്, ഫീലിങ്സ് ആൻഡ് ഇമാജിനേഷൻ അത് മനസ്സിലാക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ചില പോയറ്റ്സിനെ നോക്കുകയാണെങ്കിൽ, അതായത് പോയറ്റിൻ്റെ ഫീലിങ്സിന് ഇമോഷൻസിന് ദർ ഈസ് നോ വാല്യൂ ഇൻ ദ പോം എന്ന് പറയുന്നുണ്ട്. അത് എക്സെപ്ഷണൽ കേസായിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നു. പക്ഷേ ഒരു കോമൺ ആയിട്ടുള്ള എയിമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി ഒൻപതാമത്തെ പോയിൻ്റ് എന്താണ്, എട്ടാമത്തെ പോയിൻ്റ്, ടു ഡെവലപ്പ് ദെയർ ഈസ്തെറ്റിക് സെൻസ് അല്ലേ, ആസ്വാദനം അല്ലേ, ടു ഡെവലപ്പ് ദെയർ ഈസ്തെറ്റിക് സെൻസ്. ഓക്കെ. ഇനി ഒമ്പതാമത്തെ പോയിൻ്റ്, ടു ക്രിയേറ്റ് എ ലവ് ഫോർ ഇംഗ്ലീഷ് പോയട്രി. ഇംഗ്ലീഷ് പോയട്രിയോട് ഒരു ലവ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലേ, ലവ് ടുവേർഡ്സ് ഇംഗ്ലീഷ് പോയട്രി ക്രിയേറ്റ് ചെയ്യാൻ എന്തിനാവശ്യമുണ്ട്, ഈ പറയുന്ന ടീച്ചിങ് ഓഫ് പോയട്രി വെരി ഹെൽപ്ഫുൾ ആണ്, ഓർ യൂസ്ഫുൾ ആണ്. ഓക്കെ. ഇനി അടുത്തത് ദ പ്രൊസീജിയർ ഓഫ് ടീച്ചിങ് പോയട്രി. നേരത്തെ നമ്മൾ പ്രോസിൻ്റെ പ്രൊസീജിയർ പറഞ്ഞു. അതെന്തൊക്കെയാണ്, പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, റീക്യാപിറ്റുലേഷൻ, ഹോം അസൈൻമെൻറ്റ്. ഹിയർ പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, അപ്രീസിയേഷനാണ് വരുന്നത്. കോംപ്രഹെൻഷൻ ഓർ അപ്രീസിയേഷൻ ആൻഡ് ഹോം അസൈൻമെൻറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു അപ്രീസിയേഷനാണ്, നേരത്തെ പഠിച്ചത് ഓർത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അപ്രീസിയേഷൻ, ആസ്വാദനക്കുറിപ്പാണ് മെയിനായിട്ട് ചോദിക്കുക. ഓക്കെ. അപ്പോൾ പ്രോസ് നമ്മൾ പറഞ്ഞു, പോയട്രി നമ്മൾ പറഞ്ഞു. പ്രോസും പോയട്രി മനസ്സിലാക്കുക. പ്രോസ് ഒരു നാച്ചുറൽ വേ ഓഫ് റൈറ്റിംഗ് ആണ്, പോയട്രി ഇറ്റ് ഈസ് ബിയോണ്ട് ദ നാച്ചുറൽ വേ ഓഫ് റൈറ്റിംഗ് ആണ് അല്ലേ. പിന്നെ അപ്രീസിയേഷൻ ആണ് അതിൽ ഒരു മെയിനായിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത്. ഈസ്തെറ്റിക് സെൻസ് വരുന്നുണ്ട്. ഓക്കെ. എന്താ പറയുക, അതിൻ്റെ ഇമേജസ് അല്ലെങ്കിൽ ഇമാജിനേഷൻസ്, ബ്യൂട്ടി ഓഫ് ദ പോം ഒക്കെ പറയുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ടീച്ചിങ് ഓഫ് ഗ്രാമറാണ്. എന്താണ് ഗ്രാമർ പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് നോക്കാം. ഗ്രാമർ ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഓർഗനൈസേഷൻ ഓഫ് വേർഡ്സ് ഇൻ ടു എ സെൻറ്റൻസ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ റൂൾസ്. എന്താണ്, ഗ്രാമർ ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഓർഗനൈസേഷൻ ഓഫ് വേർഡ്സ് ഇൻ ടു എ സെൻറ്റൻസ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ റൂൾസ് അല്ലേ. ചില റൂളുകൾ അനുസരിച്ചിട്ട് എന്താ ചെയ്തിരിക്കുന്ന, വാക്കുകളെ ഒരു സെൻറ്റൻസിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കുന്നതാണ് ഗ്രാമർ. ഓക്കെ. ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് ഗ്രാമർ ചോദിക്കാം, കാരണം അങ്ങനെയുള്ള എക്സാമുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം. ഇനി എയിംസ് ഓഫ് ടീച്ചിങ് ഗ്രാമർ. ഇനി ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഫസ്റ്റ് വണ്ണിന് എന്താണ് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നത്, അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ. ഇനി സെക്കൻഡ് വൺ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ റൂൾസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ ത്രൂ യൂസ് ആൻഡ് പ്രാക്ടീസ്. ഗ്രാമർ പഠിപ്പിക്കുന്നത് എന്തിനാണ്, യൂസ് ചെയ്യുന്ന പ്രാക്ടീസ്, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ റൂൾസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നു അല്ലേ. പിന്നെയോ മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്, it
to enable the students to assimilate the correct patterns of the language without rote memorization. ഇങ്ങനെ പഠിക്കുന്നതിലൂടെ എന്താണ് നമ്മളിങ്ങനെ കാണാപ്പാഠം പഠിക്കുന്നതിലുപരിയായിട്ട് പ്രാക്ടീസിലൂടെ നമുക്ക് കറക്റ്റ് പാറ്റേൺസ് ഓഫ് ദ ലാംഗ്വേജ് മനസ്സിലാക്കിയെടുക്കാൻ സഹായിക്കുന്നു. ഇനിയോ 4ാമത്തെ പോയിൻ്റ്, ടു സ്പീക്ക് ആൻഡ് റൈറ്റ് കറക്റ്റ്ലി. ഗ്രാമർ പഠിക്കുന്നതിലൂടെ സ്പീക്ക് ചെയ്യാനും റൈറ്റ് ചെയ്യാനും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷെ സംസാരിക്കാൻ അങ്ങനെ ഗ്രാമറൊക്കെ വേണമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം അങ്ങോട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ലാംഗ്വേജിനുള്ളൂ. ബട്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് ഏതാണ്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, തീർച്ചയായിട്ടും ഗ്രാമർ പഠിക്കുക വേണം എന്നുള്ളതും പറയുന്നു. ഇനി 5ാമത്തെ പോയിന്റ്, ടു ഡെവലപ്പ് എ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ലാംഗ്വേജ്. ലാംഗ്വേജിനോട് ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എടുക്കാൻ. അതായത് നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഈ ഒരു ഭാഷ എന്ന് പറയുമ്പോൾ വേൾഡ് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ വിൻഡോ ഓൺ ദ വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കറക്റ്റ് ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ആ ഒരു ലാംഗ്വേജിനോട് തോന്നാൻ കാരണമാകുന്നു. ഇനി അതിൽ പറയാത്തൊരു 2 ഭാഗം നമ്മുടെ സിലബസിൽ കാണിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മളത് നോക്കണം. ടീച്ചിങ് ഓഫ് കോമ്പോസിഷൻ. Composition is the way of expressing of thoughts, feelings, ideas, observations and experiences in written form. Okay, composition is the way of expressing our thoughts, feelings, ഐഡിയാസ്, ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസസ് ഇൻ റിട്ടൺ ഫോം. നേരത്തെ പ്രോസിൻ്റെ കാര്യം പറഞ്ഞാൽ ഏതാണ്ട് അതിനോട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നാം. ഓക്കെ, ഇനി an essay, story, letter, a poem and description are some of the forms of composition. കോമ്പോസിഷനിൽ ഇതൊക്കെ വരുന്നുണ്ട്. എസ്സേ വരുന്നുണ്ട്, സ്റ്റോറി, ലെറ്റർ, പോം ആൻഡ് ഡിസ്ക്രിപ്ഷൻ ആർ സം ഓഫ് ദ ഫോംസ് ഓഫ് കോമ്പോസിഷൻ. ഇനി there are 2 types of composition. ഏതൊക്കെയാണ്? ഓറൽ കോമ്പോസിഷൻ ആൻഡ് റിട്ടൺ കോമ്പോസിഷൻ. പണ്ട് കാലത്തൊക്കെ എങ്ങനെ ശരിക്കും കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ വർക്ക് തന്നെ ഉണ്ടായിരുന്നു. ടൈപ്സ് ഓഫ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഓറൽ കോമ്പോസിഷൻ ആൻഡ് റിട്ടൺ കോമ്പോസിഷൻ. എസ്സേ റൈറ്റിങ്ങും ട്രസി റൈറ്റിങ്ങും അതേപോലെ എഡിറ്റ് ദ സ്റ്റോറി, ഇതൊക്കെ കോമ്പോസിഷൻ വർക്കിൽ വരുന്നതാണ്. ലെറ്റർ റൈറ്റിംഗ് ഇതൊക്കെ കോമ്പോസിഷൻ വർക്ക് തന്നെയാണ്. പണ്ടൊക്കെ അങ്ങനെ കോമ്പോസിഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നിരുന്നു. ഇപ്പോൾ അത് ഡയറക്റ്റ് അല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതെല്ലാം ചെയ്യിക്കുന്നുമുണ്ട്. ഇനി അടുത്തത് നമ്മുടെ പോയിൻറ്റ്സ് നോക്കാം. ഇതെന്തിനാണ്? എയിംസ് നോക്കുമ്പോൾ ഇറ്റ് എൻകറേജ് ദ സ്റ്റുഡൻസ് ടു എക്സ്പ്രസ് ദെയർ ഐഡിയാസ് ഇൻ എൻ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ. അതാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ ഗ്രാമർ എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു, ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത് സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് വേയിലൂടെ ദേ ക്യാൻ കൺവേ ദെയർ ഐഡിയാസ് ത്രൂ ആൻ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ. ഇനി സെക്കൻഡ് പോയിൻ്റ് എന്താണ്? ടു എനേബിൾ ദം ടു ഡെവലപ്പ് ദെയർ സ്കിൽ ഓഫ് റൈറ്റിംഗ്. അതേപോലെ തന്നെ മെയിനായിട്ട് പറഞ്ഞ സ്കിൽ ഓഫ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്ന ഗ്രാമർ മീൻസ് കോമ്പോസിഷൻ. നേരത്തെ നമ്മൾ ഗ്രാമർ പറഞ്ഞു, ഗ്രാമറിലും ഇത് ഏതാണ്ട് ഇതിനോട് മാച്ച് ഉണ്ടായിരുന്നു. കോമ്പോസിഷൻ. ഇൻ തേർഡ് വൺ, ടു എനേബിൾ ദം to use appropriate vocabulary in the forms of composition. കറക്റ്റ് വൊക്കാബുലറി ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കറക്റ്റ് ഫോമാറ്റിൽ നമുക്ക് കാര്യങ്ങളെ ലാംഗ്വേജിനെ അപ്രോച്ച് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്താണ് അടുത്തത്? ടു ഡെവലപ്പ് ദെയർ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസ്. To develop their communicative competence. ഇനി പറഞ്ഞ ടീച്ചിങ് ഓഫ് വൊക്കാബുലറി, ഇതും കൂടി അതിലൊന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ടീച്ചിങ് ഓഫ് വൊക്കാബുലറി നോക്കാം. വൊക്കാബുലറി ഈസ് ദ സെറ്റ് ഓഫ് ലെക്സിക്കൽ ഐറ്റംസ് ഇൻ എ ലാംഗ്വേജ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലെക്സിക്കൻ. ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ലെക്സിക്കൽ ഐറ്റംസ് ഇൻ എ ലാംഗ്വേജിൽ. വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുറച്ച് ലെറ്റേഴ്സ് കൂട്ടി വെച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് ഈ വൊക്കാബുലറി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലെക്സിക്കൻ. ഈ നമ്മുടെ ലെക്സിക്കൽ ഐറ്റംസ് അല്ലെങ്കിൽ വൊക്കാബുലറിനെ നമ്മൾ എന്തുകൂടി വിളിക്കും? ലെക്സിക്കൻ എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഇനി ദ ടേം ലെക്സിക്കൻ ഈസ് നോൺ ഇൻ ഇംഗ്ലീഷ് ഫ്രം ദ ഏർലി 17th century. ഈ ലെക്സിക്കൻ എന്നുള്ള വേർഡ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ
വാക്കുകളാണ്? ഫ്രം ദ ഏർലി 17th സെഞ്ച്വറി അല്ലേ, 17th സെഞ്ച്വറിയുടെ ആദ്യ ഭാഗത്ത് തന്നെ എന്താണ് ഈ ലെക്സിക്കൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് തുടങ്ങിയിരുന്നു. ദ ടേം ഇറ്റ് സെൽഫ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ലെക്സിസ്. ലെക്സിക്കൻ എന്നുള്ള വേർഡ് വന്നിട്ടുള്ള എന്നാണ് ഗ്രീക്ക് വേർഡായിട്ടുള്ള ലെക്സിസ് എന്നുള്ളതിൽ നിന്നാണ് ലെക്സിക്കൻ എന്ന വേർഡ് വന്ന വൊക്കാബുലറിനെ നമ്മൾ ലെക്സിക്കൻ എന്ന് കൂടി പറയുന്നു. ഇത് 17th സെഞ്ച്വറിയുടെ ഏർലി 17th സെഞ്ച്വറിയിൽ തന്നെ ഇത് നമ്മൾ യൂസ് ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വേർഡ് ദ ടേം ഇറ്റ് സെൽഫ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ലെക്സിസ്. ലെക്സിക്കൻ എന്നുള്ള ഗ്രീക്ക് വേർഡായിട്ടുള്ള ലെക്സിസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇനി ടൈപ്സ് ഓഫ് വൊക്കാബുലറി. ദർ ആർ 2 ടൈപ്സ് ഓഫ് വൊക്കാബുലറി. നമ്മൾ നേരത്തെ 2 കോമ്പോസിഷൻ പറഞ്ഞു, ഓറൽ ആൻഡ് റിട്ടൺ കോമ്പോസിഷൻ. എഗെയിൻ ഇവിടെ ടൈപ്സ് ഓഫ് വൊക്കാബുലറിയാണ് ആക്റ്റീവ് വൊക്കാബുലറി ആൻഡ് പാസീവ് വൊക്കാബുലറി. എന്താണ് ആക്റ്റീവ് വൊക്കാബുലറി, എന്താണ് പാസീവ് വൊക്കാബുലറി? നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന വൊക്കാബുലറി തന്നെയാണ് ആക്റ്റീവ് വൊക്കാബുലറി. പിന്നെ പാസീവായിട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാത്ത ചില വാക്കുകൾ വരുന്നുണ്ട്, അത് പാസീവ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇനി ടെക്നിക്സ് ഓഫ് ടീച്ചിങ് വൊക്കാബുലറി. ടെക്നിക്സ് ഓഫ് ടീച്ചിങ് വൊക്കാബുലറി. എങ്ങനെയൊക്കെയാണ് നമുക്ക് വൊക്കാബുലറി പഠിപ്പിക്കുക? ഇത് മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് പഠിപ്പിക്കുന്ന B.Edനൊക്കെ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് വൺ, ഷോയിങ് പിക്ചേഴ്സ് ഓർ യൂസിങ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. പിക്ചർ കാണിക്കുന്നു, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് കാണിക്കുന്നു. സെക്കൻഡ് വൺ, ഷോയിങ് റിയൽ ഒബ്ജക്ട്സ് ഓർ മോഡൽസ് അല്ലേ, നമ്മൾ ശരിക്കുള്ള റിയൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ മോഡൽസ് നമ്മൾ കാണിച്ചിട്ട് വാക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. മൈമിങ് ഓർ പെർഫോമിങ് ഇൻ ആക്ഷൻ അല്ലേ, ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അല്ലേ, നമ്മൾ മിമിക്രിയൊക്കെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ബൈ ഫ്രെയിമിങ് ഇല്ലുസ്ട്രേറ്റീവ് സെൻറ്റൻസസ്, ആ വാക്കുകൾ വെച്ചിട്ട് നമ്മൾ ഓരോ സെൻറ്റൻസ് അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊക്കെ ഉള്ളതില്ലേ. ഇനി അസോഷിയേറ്റിംഗ് വിത്ത് അതർ വേർഡ്സ്, ഒരു വാക്കിനെ മറ്റുള്ള വാക്കുകളോട് കണക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു. ഐഡൻറ്റിഫൈയിങ് ദ ലെക്സിക്കൽ സെറ്റ്, ഒരുപാട് വാക്കുകൾ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഏതാണ് കറക്റ്റ് വേർഡെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നു. പിന്നെ ബ്രേക്കിംഗ് വേർഡ്സ് ഇൻ ടു കോമ്പോണൻസ് അല്ലേ, വാക്കുകളെ ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് അതിനെ നമ്മൾ കൂട്ടിയോജിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സസൈസുകളൊക്കെ കൊടുക്കുന്നു. ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു വേർഡ് ഫോർമേഷൻ അല്ലെ, വാക്കുകൾ ഇങ്ങനെ ഓരോന്നിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഒരു വാക്ക് കൊടുക്കുന്നിട്ട് അതിൽ നിന്ന് മാക്സിമം പറ്റുന്ന വാക്കുകൾ വേറെ അല്ലെ, അതിൽ നിന്ന് തന്നെ ആ ലെറ്റേഴ്സിനെ ഉപയോഗിച്ച് മാക്സിമം പറ്റുന്ന വാക്കുകൾ കണ്ടെത്താൻ പറയുന്നു. പിന്നെ വേർഡ് ഗെയിംസ് കളിക്കുന്നു അല്ലേ, ഓരോ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ഒരു വാക്ക് പറയുക എന്നിട്ട് അതിൻ്റെ അവസാന ലെറ്റർ വെച്ചിട്ട് അടുത്ത വാക്ക് പറയുക, അങ്ങനെയുള്ള ഗെയിംസ് കളിക്കുന്നു. ക്രോസ്വേഡ് പസിൽസ് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തിലെ കഥാപുസ്തകത്തിലൊക്കെ നമ്മൾ കാണാം അല്ലെ, ക്രോസ്വേഡ് പസിൽസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഗിവിങ് ഇക്വാലൻസ് ഇൻ ദ മദർ ടങ്, അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ മദർ ടങ് യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു. എൻകറേജ് ദ സ്റ്റുഡൻസ് ടു യൂസ് എ ഡിക്ഷണറി, അതേപോലെ കുട്ടികളോട് ഡിക്ഷണറി യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ എങ്ങനെയൊരു വാക്ക് കണ്ടെത്തുക അങ്ങനെ നോക്കിയിട്ട് ഓരോ വാക്കുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. എന്താണെങ്കിലും ഇന്നത്തെ ക്ലാസ് ഒത്തിരി സ്പീഡായിപ്പോയി, കാരണം ഒത്തിരി കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്തിരുന്നത്. പക്ഷെ പറഞ്ഞു വന്നപ്പോഴേക്കും ഒത്തിരി ടൈം ബാക്കിയാവുകയും ചെയ്തു, കുറച്ച് സ്പീഡ് കൂട്ടിയത് കാരണം. പക്ഷേ ഞാനിതിൽ നോട്ട് ഇട്ടത് കാരണം നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു. അടുത്തൊരു ക്ലാസ്സിന് നമുക്ക് തീർച്ചയായിട്ടും ഒന്നുകൂടി സ്പീഡ് കുറച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഭാഗം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ മെല്ലെ പോയിട്ട് എടുക്കാനുള്ള ടൈമും ഇല്ല. ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.